വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എൻ്റെ പേര് നയന. പുതിയതായിട്ട് ആരെങ്കിലും ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ വരുമ്പോൾ ഓൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ വ്ളോഗ് വന്നിട്ട് നമ്മൾ ഡെയിലി വ്ളോഗാണ്. ഡെയിലി വ്ളോഗ് എന്ന് പറയാൻ പറ്റില്ല, സൺഡേ വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ അമ്മ ഉണ്ടാക്കിയ മറ്റേ ക്യാരറ്റും അതുപോലെ തന്നെ നാരങ്ങയും പിന്നെ നമ്മുടെ അമ്ലയും ഇത്രയും ഇട്ടിട്ട് ഒരു ജ്യൂസ് കുടിച്ചു. അത് കഴിഞ്ഞ് ദോശയും ചട്നിയായിരുന്നു, അത് കഴിച്ചു, കാപ്പി കുടിച്ചു. അതിന് ശേഷം ഞാൻ എൻ്റെ മുടിയെല്ലാം ക്ലീൻ ചെയ്യുകയാണ്, ഡീടാങ്കിൾ ചെയ്യുകയാണ്. എനിക്ക് ഇന്നൊരു ഹെയർ പാക്ക് ഇടണം. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തിട്ടുള്ള കറി ലീവ്സാണ്. പിന്നെ നമ്മൾ മോരെടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് അടിച്ചു വെച്ചിട്ടുള്ള മോരായിരുന്നു. മോര് പിന്നെ ഒരു മുട്ട എടുത്തിട്ടുണ്ട്. ഇത്രയും കൂടി നമ്മളൊരു ജാറിലിട്ട് അരച്ച് നല്ല ഫൈൻ പേസ്റ്റ് ആക്കുക. എന്നിട്ട് ആ ജ്യൂസ് മാത്രം എടുക്കുക. എന്നിട്ട് അത് തലയിൽ പറ്റാം കേട്ടോ. ഇതിനു മുമ്പ് നമ്മളുടെ കോമ്പ് വെച്ചിട്ട് വൈറ്റ് ടൂത്തായിട്ടുള്ള കോമ്പ് വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ നമ്മൾ ഹാർഷായിട്ട് അമർത്തിയൊന്നും ചെയ്യരുത്, ജസ്റ്റ് ഇങ്ങനെ ചുരണ്ടി കൊടുക്കുന്ന പോലെ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഫ്ലേക്കി ആയിട്ടുള്ള ഡാൻഡ്രഫ് കാര്യങ്ങളൊക്കെ റിമൂവ് ആവും കേട്ടോ. ഇതിപ്പോൾ ഞാൻ സ്പീഡ് കൂട്ടിയിട്ടേക്കുന്നതുകൊണ്ടാണ് നിങ്ങൾക്ക് ഭയങ്കര ഹാർഷായിട്ട് ഞാൻ ചെയ്യുന്ന പോലെ ഫീൽ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല. ജസ്റ്റ് അപ്പോൾ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് വെർജിൻ കോക്കനട്ട് ഓയിലാണ്, നമ്മളുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ ഉരുക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ. ഞാൻ ജസ്റ്റ് നെറുകയിൽ കുറച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മുടിയിലിൻ്റെ ഈ ഒരു ലെങ്ത് ഉണ്ടല്ലോ അവിടെയും കുറച്ച് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഓവറായിട്ട് ഓയിൽ ചെയ്യേണ്ട ഈ ഡാൻഡ്രഫ് ഉള്ള ടൈമിൽ. ഇതിപ്പോൾ എനിക്ക് സ്കാൽപ്പിൽ ഓൾറെഡി നമ്മുടെ ഇതുണ്ടല്ലോ ഡ്രൈ ഡാൻഡ്രഫ് ഉണ്ടാവുന്നതാണ്. അത് ക്ലൈമറ്റ് ചേഞ്ച് കൊണ്ടിട്ടും അല്ലാതെയും വരാറുണ്ട്. എനിക്കല്ലാതെ നോർമലി വലിയ ഇച്ചിനസ് ഉള്ള ഡാൻഡ്രഫ് കാര്യങ്ങളില്ല. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് തേച്ച് കൊടുക്കാറുണ്ട്. ഇത് വീക്കിലി വൺസ് നമുക്ക് ഈ ഹെയർ പാക്ക് എന്തെങ്കിലും ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ് കേട്ടോ നമ്മുടെ ഹെയറിന്. ഞാൻ പിന്നെ എപ്പോഴും ഹോസ്റ്റൽസിൽ നേരത്തെ നിൽക്കുന്ന സമയത്ത് ഞാൻ ഇതേപോലെ ഓയിൽ ചെറുതായിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് ഈ ഒരു മാസ്ക്, അതായത് എഗ്ഗ് മാത്രമുള്ള മാസ്ക് ഞാൻ ഇട്ട് കൊടുക്കാറുണ്ട്, എഗ്ഗും കേടും. ഇപ്പം ഞാൻ വീട്ടിലായത് കൊണ്ടിട്ട് എഗ്ഗ്, കേട്, അതുപോലെ തന്നെ നമ്മളുടെ കറിവേപ്പില, ഇത്രയും സാധനം ഇട്ടിട്ട് അരച്ചിട്ടാണ് അത് തലയിൽ തേച്ച് പിടിപ്പിച്ചെടുക്കുന്നത്. കുറച്ച് മെസ്സിയാണ് കേട്ടോ. അപ്പം നമ്മളുടെ ദേഹത്തെല്ലാം ഇങ്ങനെ വീഴും. അതുകൊണ്ടിട്ട് അത് സൂക്ഷിച്ചും കണ്ടും യൂസ് ചെയ്യുക. വാഷ്റൂം വെച്ചിട്ട് ചെയ്യുക. പിന്നെ എൻ്റെ ഫേസിൽ കുറേ ന്യൂ പിമ്പിൾസ് വന്നിട്ടുണ്ട്, നല്ല രീതിയിൽ ഓയിലി ആയിട്ടുണ്ട്. എനിക്ക് ഇന്നത്തെ സെയിം ഡേറ്റിൽ എനിക്ക് പീരിയഡ്സും ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആൽപ്സ് ഗുഡ്നെസ്സിൻ്റെ മുൾട്ടാണി മിട്ടിയാണ് എടുക്കുന്നത്. ഇതൊരു സാഷേ പാക്കറ്റാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ട്രയൽ ചെയ്ത് നോക്കാൻ കുറച്ചുകൂടി ഈസിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പണ്ട് മുതലേ മുൾട്ടാണി മിട്ടിയായിരുന്നു എൻ്റെ സ്കിൻ കെയറിനകത്ത് കുറേയൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വേറെ എന്തിട്ടാലും പിമ്പിൾസ് വരുമായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഫേസ് പാക്ക് ട്രൈ ചെയ്യുന്ന സമയത്ത് ഇതേപോലെ മുൾട്ടാണി മിട്ടിക്കകത്ത് ജസ്റ്റ് നാരങ്ങയോ അല്ലെങ്കിൽ കേടോ, അതും അല്ലെന്നുണ്ടെങ്കിൽ ടൊമാറ്റോ പ്യൂരി ഇല്ലേ, അതും കൂടി മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ റോസ് വാട്ടർ ആഡ് ചെയ്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയോ ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് അമ്മ എനിക്ക് മുസമ്പി കൊണ്ടു തന്നു, അത് ഞാൻ കഴിച്ചു. ഇത് കാണുന്നുണ്ടല്ലോ നിങ്ങൾ, എൻ്റെ ദേഹത്ത് മൊത്തം മറ്റേ ഡോട്ടഡായിട്ട് വീഴുന്നുണ്ട്. അപ്പോൾ ഒന്നെങ്കിൽ ടവലിട്ട് കവർ ചെയ്ത് കൊടുക്കുക, കുറച്ചുകൂടി മെസ്സ് കാര്യങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് ചാൻസ് ഉണ്ട്. പിന്നെ നമ്മൾ ആ ഫേസ് പാക്ക് എപ്പോൾ യൂസ് ചെയ്യുകയാണെങ്കിലും ഫേസ് വാഷ് ചെയ്തതിന് ശേഷം ഏത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്പൺ പോഴ്സ് ആയിട്ടിരിക്കുന്ന അതിലോട്ട് ഡേർട്ട് കാര്യങ്ങളൊക്കെ പോയി ക്ലോഗ് ആകാനുള്ള ചാൻസ് ഉണ്ട്. എനിക്ക് ഓപ്പൺ പോഴ്സ് അത്യാവശ്യം ഉണ്ട്, കാരണം ഓയിലി സ്കിന്നാണ്. കുറച്ച് ഓപ്പൺ പോഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. മുൾട്ടാണി മിട്ടി ഇടുമ്പോഴത്തേക്കും എനിക്ക് കുറച്ചുകൂടി അത് സ്ട്രിങ്ക് ആകുന്ന പോലെ, അതായത് കുറച്ചുകൂടി അടഞ്ഞ പോലെ ഫീൽ ചെയ്യും. അത് നല്ല സ്മൂത്ത് ആയിട്ടിരിക്കുന്ന പോലെ ഫീൽ ചെയ്യും കേട്ടോ. അപ്പം ഞാനിത് കഴുത്തിലും അതുപോലെ തന്നെ എൻ്റെ ഫേസിലും എൻ്റെ ലിപ്പിലും പിന്നെ എൻ്റെ ചെവിയിലും എല്ലാം അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്, ഡാർക്കനായിട്ടുള്ള. ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് വന്നതിന് ശേഷമാണ്, കുളിച്ചിട്ട് വന്നതിന് ശേഷമാണ് ഈ കാര്യങ്ങൾ നിങ്ങൾ കാണുന്നത് കേട്ടോ. എൻ്റെ തലയിൽ ഒരുവിധം കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ആ ഡ്രൈ ആയിട്ടുള്ള സ്കാൽപ്പ് കാര്യങ്ങൾ റിമൂവ് ആവാറുണ്ട്. സ്കിന്നും അതുപോലെ തന്നെ ഹെയറും കുറച്ച് നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് സപ്പിളായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ ആ ടാൻ ഒന്ന് റിമൂവ് ആവാനും പിന്നെ എൻ്റെ ആ ഒരു ഓയിൽനെസ് കൺട്രോൾ ചെയ്യാനും വേണ്ടിയിട്ടാണ് ഞാനത് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിമ്പിൾസ് കുറയും ഓയിൽനെസ് കൺട്രോൾ ചെയ്യണം. ഞാനിപ്പം ഈ അടുത്തായിട്ട് തുടങ്ങിയൊരു കാര്യമാണ് നമ്മളുടെ ഡെയിലി പ്ലാനർ യൂസ് ചെയ്യുക. ഇതിനകത്ത് കുറേ കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ എഴുതിയതുണ്ട്. ഇതിപ്പം ജസ്റ്റ് ഞാൻ നിങ്ങളെ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. തിരിച്ചു വന്നപ്പോഴത്തേക്കും പീരിയഡ്സ് ആയി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. പിന്നെ പഠിക്കാനുള്ള മൂടൊക്കെ പോയി. പിന്നെ കുറച്ചിരുന്ന് പഠിച്ചു, റിവിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുള്ള കുറച്ച് കാര്യങ്ങളിരുന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനുശേഷം കാപ്പി കുടിച്ചു, കാപ്പിയല്ല ചായ കുടിച്ചു. അതുപോലെ തന്നെ മുറുക്കുണ്ടായിരുന്നു. അമ്മയും ഞാനും കൂടി മുറുക്കും കാര്യങ്ങളൊക്കെ കഴിച്ച് അവിടെ മാറി കുറച്ച് നേരം ഇരുന്നു. സംസാരമൊന്നും ഉണ്ടാവില്ല മേ ബി ഈ സമയത്ത്, ചില സമയത്ത് സംസാരിക്കാറുണ്ട് രണ്ടുപേരും കൂടി. അതിനുശേഷം കുറച്ച് നേരം ഞാൻ ബ്ലാക്ക് ഹെഡറൊക്കെ പോയിരിപ്പുണ്ടായിരുന്നു.
ഇത്രയേ ഉള്ളായിരുന്നു ഇന്നത്തെ ദിവസം. മൂഡ് ഭയങ്കര പോയിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള വീഡിയോസ് കാര്യങ്ങളായിരിക്കും നമ്മുടെ ചാനലിൽ വരിക. ആരെങ്കിലും പുതിയതായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കണ്ട കേട്ടോ.